16. പലഹാരവണ്ടികൾക്ക് മറിയാൻ ഒരു ദേശം വേണം. മജീഷ്യൻ അപ്രത്യക്ഷമാക്കുന്നതൊന്നും യഥാർത്ഥത്തിൽ അപ്രത്യക്ഷമാകുന്നില്ല. എല്ലാം അന്തരീക്ഷത്തിൽ തന്നെയുണ്ട്, കണ്ടുപിടിക്കണമെന്ന് മാത്രം. അപ്രത്യക്ഷമായത് പലഹാരവണ്ടികളാണ്. കുട്ടികൾ ജീവിതത്തിൽ ഇന്നോളം കണ്ടിട്ടില്ലാത്ത, തിന്നിട്ടില്ലാത്ത പലഹാരവണ്ടികൾ. പല നിറം, പല മണം, പല രൂപം. മധുരം കിനിയുന്ന സുഗന്ധവാഹികൾ. മജീഷ്യൻ വന്നത് ഒറ്റയ്ക്കാണ്. ബാജി പറയുന്നു. കടവത്തു നിന്ന് അയാൾ അക്കരെ കിടക്കുന്ന തോണിയുടെ നേർക്ക് മന്ത്രവടി നീട്ടി. കടത്തുകാരനോട് ചോദിക്കാതെ തോണി മജീഷ്യൻ്റെ അടുത്തേക്ക് ചെന്നു. തോണി മാന്ത്രിക വലയത്തിലായിരുന്നു. അപ്പനും ബാജിയും കൂടി രാത്രി മുഴുവൻ കഷ്ടപ്പെട്ട് പിടിച്ച കരിമീനും അതുകൊണ്ട് ചന്തയിലേക്ക് പോകുകയായിരുന്നു. മജീഷ്യൻ ബാജിയുടെ നേർക്ക് മന്ത്രവടി ചൂണ്ടി. അവൻ തോണിയിൽ നിന്ന് ചാടി മജീഷ്യൻ്റെ പിന്നാലെ നീന്തിപ്പോയി. അപ്പന് ദേഷ്യം വന്നു. എടാ എടാ കുരുത്തം കെട്ടോനെ, അപ്പൻ വിളിച്ചു കൂവിക്കൊണ്ടിരുന്നു. ഞാൻ തിരിഞ്ഞു നോക്കിയില്ല, ഞാൻ മാന്ത്രിക വലയത്തിലായിരുന്നു, ബാജി കുട്ടികളോട് പറഞ്ഞു. കുട്ടികളെല്ലാം ടെൻറ്റിൻ്റെ മുറ്റത്ത് കൂടി നിൽക്കുകയായിരുന്നു. അവർ ബാജിയുടെ വാക്കുകേട്ട് വിസ്മയിച്ചു. എന്തായിരിക്കും മാന്ത്രിക വലയത്തിനകത്ത് പെട്ടുപോയ ഒരു കുട്ടിയുടെ അനുഭവം? നിനക്കപ്പോൾ എന്താ തോന്നിയേ? സിദ്ധു ചോദിച്ചു. ഒരു സ്റ്റാമിന ഇല്ലാത്തതുപോലെ, ബാജി പറഞ്ഞു. ചിരിയുടെ ഒരു മാലപ്പടക്കം അവിടെ പൊട്ടിച്ചിതറി. ബാജി ഇടയ്ക്കിടെ വലിയ ഗമയിൽ തട്ടിവിടുന്ന ഒരു വാക്കാണ് സ്റ്റാമിന. ടെൻറ്റിലുള്ളവർ എപ്പോഴും പറയുന്ന വാക്കാണത്രേ അത്. മുറിയൻ കാലുറയും കറുത്ത കണ്ണടയും വെച്ചു നടക്കുന്ന വെള്ളക്കാരനെ പോലെയുള്ള ആൾക്കാണ് ഏറ്റവും കൂടുതൽ സ്റ്റാമിന എന്നും അവർ പറയാറുണ്ട്. ബാജിയും അവൻ്റെ അപ്പനും ടെൻറ്റിലുള്ളവർക്ക് മീൻ വിൽക്കാൻ പോകുന്നുണ്ടല്ലോ. ബാജിയുടെ അപ്പനും പറയുമത്രേ ആ വാക്ക്, സ്റ്റാമിന. കുട്ടികൾ കളിയാക്കി. ഫീഷ് വേണോ? ഫീഷ്, നല്ല സ്റ്റാമിന ഉള്ള ഫീഷ്. അവർ ബാജിയുടെ അപ്പനെ അനുകരിച്ച് ചിരിച്ചു. കളിയാക്കിക്കോ, മാന്ത്രിക വലയത്തിനകത്ത് പെടുമ്പം ഞങ്ങൾക്ക് വിവരം മനസ്സിലായിക്കോളും. സിദ്ധുവിന് ബാജിയെ കളിയാക്കാൻ തോന്നിയില്ല. സ്റ്റാമിന എന്ന് പറഞ്ഞാൽ എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കണേ? അവൻ ചോദിച്ചു. എടാ, ആകെ ഒരു തലയ്ക്ക് വെടിവില്ലാത്തതുപോലെ. അത് തന്നെ. എങ്കിൽ ടെൻറ്റിൻ്റെ മുറ്റത്തേക്ക് ഓടി ഇരച്ചു വന്ന കുട്ടികൾക്കെല്ലാം അത് തോന്നിയിട്ടുണ്ട്, ഒരു സ്റ്റാമിന ഇല്ലാത്ത പോലെ. അവർ മാന്ത്രിക വലയത്തിലായിരിക്കാം. അല്ലെങ്കിൽ പെട്ടെന്നൊരു തോന്നലുണ്ടായി ഒറ്റ ഓട്ടത്തിന് ടെൻറ്റിൻ്റെ മുറ്റത്തെത്തുമോ എല്ലാവരും ഒരുപോലെ? എന്നാൽ ഇനി മാജിക് തുടങ്ങാം. ടെൻറ്റിനുള്ളിൽ നിന്ന് മജീഷ്യൻ ഇറങ്ങി വന്നു. അയാൾ ചുവന്ന വേഷവും കറുത്ത തൊപ്പിയും ധരിച്ചിരുന്നു. കുട്ടികൾ പാവകളെപ്പോലെ ഒരേ മട്ടിൽ തലയാട്ടി. അവർ മാന്ത്രിക വലയത്തിലായിരുന്നുവല്ലോ. മജീഷ്യൻ മന്ത്രവടി വീശിയതും ഒരു പലഹാരവണ്ടി അതിലെ കടന്നുപോയി. ഒരു ത്രിമാന വീഡിയോ ചിത്രത്തിലെന്ന പോലെ ഓരോ മധുര പലഹാരവും കുട്ടികളുടെ വായ്ക്കടുത്തേക്ക് വന്നു. പലരും അറിയാതെ വായ് തുറന്നുപോയി. ആ നിമിഷം വണ്ടി പൊങ്ങിപ്പോവുകയും മേഘങ്ങൾക്കിടയിൽ അപ്രത്യക്ഷമാവുകയും ചെയ്തു. അയ്യോ പോയി! കൂട്ടത്തിലെ ഏറ്റവും ചെറിയ കുട്ടി സങ്കടപ്പെട്ടു. അപ്രത്യക്ഷമാവുക എന്നൊന്നില്ല, ഇവിടെ തന്നെയുണ്ട്. പക്ഷേ എവിടെയെന്നറിഞ്ഞുകൂടാ. കണ്ടുപിടിക്കാൻ നിങ്ങളുടെ സഹായം വേണം. നിങ്ങൾക്കാണല്ലോ പലഹാരങ്ങൾ ഏറ്റവും ഇഷ്ടം. എന്തു പറയുന്നു? മജീഷ്യൻ ചോദിച്ചു. കുട്ടികൾ വീണ്ടും തലയാട്ടി, പാവകളെപ്പോലെ. എങ്കിൽ വാ. മജീഷ്യൻ അയാളുടെ ഇരു കൈകളും വിടർത്തിപ്പിടിച്ചു. അയാളുടെ കനത്തുരുണ്ട മസിലുകൾ കുട്ടികളെ അത്ഭുതപ്പെടുത്തി. കൈത്തണ്ട രണ്ടിലും അയാൾ കറുത്ത ഇലാസ്റ്റിക്കിൻ്റെ വീതിയുള്ള ബാൻഡുകൾ ധരിച്ചിരുന്നു. എല്ലാ വിരലുകളിലും വെള്ളി മോതിരങ്ങൾ ഇട്ടിരുന്നു. തൂങ്ങിക്കോ, മജീഷ്യൻ പറഞ്ഞു. കുട്ടികൾ അയാളുടെ കൈകളിൽ തൂങ്ങി. നല്ല ബലമുള്ള മരച്ചിലകൾ പോലെയായിരുന്നു അയാളുടെ കൈകൾ. വേണമെങ്കിൽ ഊഞ്ഞാലാടാം. പിന്നെ കുട്ടികൾ കണ്ടത് പലഹാരവണ്ടികൾ തിരഞ്ഞുകൊണ്ട് മജീഷ്യനോടൊപ്പം അവർ മേഘങ്ങൾക്കിടയിൽ ഓടി നടക്കുന്നതായിട്ടാണ്. അടക്കാനാവാത്ത ആഹ്ലാദവും ഉത്കണ്ഠയുമായിരുന്നു അവർക്ക്. എന്തൊരു ലോകമാണിത്! മജീഷ്യൻ മേഘഭരണികളുടെ മൂടി തുറന്നു നോക്കി. പലഹാരവണ്ടികൾ കണ്ടില്ല. സ്വപ്നമോ യാഥാർത്ഥ്യമോ എന്ന് അമ്പരക്കാനും താഴെ വീണാലോ എന്ന് പേടിക്കാനും കുട്ടികൾക്ക് തോന്നിയതേയില്ല. അതാ പോകുന്നു പലഹാരവണ്ടികൾ. മജീഷ്യൻ താഴേക്ക് ചൂണ്ടിക്കാട്ടി. മേഘങ്ങളുടെ മറവിൽ നിന്ന് കുട്ടികൾ എത്തി നോക്കി.
അവരുടെ ദേശത്തെ ചതുപ്പ് നിലങ്ങളിൽ നിരനിരയായി പലഹാരവണ്ടികൾ തെന്നിമറിയുന്ന കാഴ്ചയാണ് കുട്ടികൾ കണ്ടത്. കുഴഞ്ഞു മറിഞ്ഞ ചെളിയിൽ ചുവപ്പും മഞ്ഞയും ഓറഞ്ചും നിറമുള്ള ചെണ്ടുമല്ലിപ്പൂക്കൾ ചുരിഞ്ഞിട്ട പോലെ ചിതറി വീണു പലഹാരങ്ങൾ. മജീഷ്യൻ അവരെയും കൊണ്ട് താഴേക്ക് പറന്നു. ഏറ്റവും കൂടുതൽ പലഹാരം പെറുക്കിയെടുക്കുന്നവന് ഗംഭീരമായൊരു സമ്മാനമുണ്ട്, മജീഷ്യൻ പറഞ്ഞു. മാജിക് സമ്മാനമായിരിക്കും, ബാജി കരുതി. മജീഷ്യൻ ഉടനെ അവൻ്റെ ഉള്ളു വായിച്ചു. മാജിക് സമ്മാനമല്ല, ശരിക്കുള്ള സമ്മാനം തന്നെ. ചതുപ്പിൽ കുട്ടികൾ ആദ്യം കണങ്കാലോളം, പിന്നെ മുട്ടോളം, പിന്നെ അരയോളം, പിന്നെ നെഞ്ചോളം, മൂക്കോളം ഒക്കെ മുങ്ങിത്തപ്പി. കൈയെത്തിച്ച് തൊടുമുമ്പ് പലഹാരങ്ങൾ ചളിയിൽ പൂഴ്ന്നു കഴിഞ്ഞിരിക്കും. ഒരെണ്ണം പോലും ഒരു കുട്ടിക്ക് പോലും പെറുക്കിയെടുക്കാനായില്ല. ചതുപ്പുകളാണ് കുഴപ്പമുണ്ടാക്കുന്നത് അല്ലേ? മജീഷ്യൻ ചോദിച്ചു. കുട്ടികൾ ചതുപ്പിൽ നിന്ന് കയറി. ദേഹമാകെ കുറെ ചെളിയിൽ പൊതിഞ്ഞ് തടിച്ച ഭൂതങ്ങളെപ്പോലെ അവർ പുളിച്ചേമ്പിലകൾ പറിച്ച് ചളി തുടച്ചു കളഞ്ഞു. ചതുപ്പുകൾക്ക് പകരം ഇവിടെ ഒരു കളിമൈതാനമായിരുന്നെങ്കിലോ? മജീഷ്യൻ മോഹിപ്പിച്ചു. ഒരു കളിമൈതാനമായിരുന്നെങ്കിൽ? കുട്ടികൾ സ്വപ്നം കണ്ടു. പലഹാരവണ്ടികൾ പരസ്പരം തോളിൽ ചാഞ്ഞു ചരിഞ്ഞു കിടക്കുമായിരുന്നു. കുട്ടികൾക്ക് കൈ നിറയെ, വാ നിറയെ, കീശ നിറയെ പലഹാരങ്ങൾ വാരിയെടുക്കാമായിരുന്നു. എന്നാലും എനിക്ക് ചതുപ്പുകളാണിഷ്ടം, മജീഷ്യൻ പറഞ്ഞു. അയാളുടെ കണ്ണുകൾ ചതുപ്പുകളുടെ വിദൂര കരകളെ അളന്നുകൊണ്ടിരുന്നു. പിന്നെ ആ കുട്ടികളെയും. ആട്ടെ, നിങ്ങൾക്കെന്താണിഷ്ടം? ചതുപ്പോ കളിമൈതാനമോ? മജീഷ്യൻ ചോദിച്ചു. ഭൂരിഭാഗം കുട്ടികൾക്കും കളിമൈതാനമായിരുന്നു ഇഷ്ടം. പലഹാരവണ്ടികളും. ചതുപ്പുകൾ ശല്യങ്ങളാണ്. ചിലപ്പോഴൊക്കെ നമ്മൾ അതിനകത്ത് കുടുങ്ങിപ്പോകാറുണ്ട്. ചതുപ്പുകളെപ്പറ്റി അങ്ങനെ വിചാരിക്കരുതെന്ന് അവർക്കറിയാം. ചതുപ്പുകൾ ഉണങ്ങുന്നത് നല്ലതല്ല. അത് ഉറയ്ക്കാനും പാടില്ല. അതങ്ങനെ കുഴഞ്ഞു മറിഞ്ഞു തന്നെ കിടക്കണം. ആരും അറിയാത്ത നിഗൂഢമായ ചില ലോകങ്ങളുണ്ട് ചതുപ്പുകൾക്കുള്ളിൽ. കുട്ടിക്കാലത്ത് ചളിക്കൊട്ടാരങ്ങൾക്കകത്ത് പെട്ടുപോയിട്ടുള്ളവരുടെ കഥകൾ കേട്ടാലറിയാം. അതിലൊരു കുട്ടി സിദ്ധുവിൻ്റെ ഏതോ ഒരു മുതുമുത്തപ്പനാണ്. പുറത്തേക്ക് തുറക്കാൻ കഴിയാത്ത അനേകം വാതിലുകളുള്ള ഒരു ചളിക്കൊട്ടാരത്തിലാണ് സിദ്ധുവിൻ്റെ മുതുമുത്തപ്പൻ കുടുങ്ങിയത്. 1000 വാതിലുകൾ അകത്തേക്ക് തുറന്ന് ചെല്ലുമ്പോൾ 1001ാമത്തെ വാതിൽ കാണാം. അതും തള്ളി തുറക്കുമ്പോൾ പെട്ടെന്ന് പളുങ്കുപോലെ തിളങ്ങുന്ന ഒരു ജലമാളിക കാണാം. ലോകത്തൊരിടത്തും അത്ര തിളങ്ങുന്ന വെള്ളം കാണാനാവില്ല. അത് എത്രയെത്രയോ താഴെയാണെന്ന് മാത്രം. ആ വെള്ളം പക്ഷേ മനുഷ്യർ കൈകൊണ്ട് തൊടാൻ പാടില്ലത്രേ. അതുകൊണ്ട് ആ 1001ാമത്തെ വാതിൽ തുറക്കാൻ ആരെക്കൊണ്ടുമാവില്ല. ആ ജലമാളികയ്ക്കകത്താണ് നെല്ലിൻ്റെയും മീനിൻ്റെയും ദേവത പാർക്കുന്നത്. പക്ഷേ തലയ്ക്ക് മുകളിൽ ഉണങ്ങാത്ത ചതുപ്പുണ്ടെങ്കിലേ പാവം ദേവതയ്ക്ക് ജീവിക്കാനാവൂ. ചതുപ്പുകൾ വറ്റിയാൽ ജലമാളിക ഇടിഞ്ഞു വീഴും. അതോടെ വറ്റാത്ത ചതുപ്പിൻ്റെ മേലാപ്പ് തേടി ഭൂഗർഭ ജലവഴികളിലൂടെ ദേവത യാത്രയാവും. അവളുടെ യാത്ര ക്ലേശം നിറഞ്ഞതായിരിക്കും. അതിന് അവൾ കുപിതയാവും. അവളുടെ കോപത്തിന് തീയിനേക്കാൾ ചൂടാണ്. അതിനാൽ അവൾ വിട്ടുപോകുന്ന ദേശം വരണ്ടുപോകും. പൊള്ളുന്ന നിലങ്ങളിൽ കാലുകുത്താനാവാതെ മനുഷ്യർ നെട്ടോട്ടമോടും. കുഞ്ഞുങ്ങൾ ദാഹിച്ചു മരിക്കും. അതിനു മുമ്പേ മീനുകൾ ചത്തിരിക്കും. മരങ്ങൾ കത്തിക്കരിഞ്ഞിരിക്കും. ചിറകുള്ളതുകൊണ്ട് കിളികൾ പറന്നു രക്ഷപ്പെട്ടിരിക്കും. ചതുപ്പുകൾ വിഷവായു ഉച്ഛ്വസിക്കാൻ തുടങ്ങും. ദേശം ഉപേക്ഷിച്ച് പോവുകയല്ലാതെ വേറെ വഴിയുണ്ടാകില്ല. കളിമൈതാനങ്ങൾ നല്ലതു തന്നെ, പക്ഷേ ചതുപ്പുകൾ? സിദ്ധുവിന് സംശയമുണ്ട്. മറ്റു ചില കുട്ടികൾക്കും സംശയമുണ്ട്. അവരാകെ അങ്കലാപ്പിലായി. ചതുപ്പില്ലാതായാൽ? പലഹാരവണ്ടികൾ ചതുപ്പുകളിൽ മറിക്കാതിരുന്നാൽ പോരെ? അപ്പോൾ പ്രശ്നം തീർന്നില്ലേ? അത് മാജിക്കുകാരൻ ശ്രദ്ധിച്ചാൽ മതിയില്ലേ? ബാജി ചോദിച്ചു. പിന്നെങ്ങോട്ട് ചൂണ്ടും അയാളുടെ മാന്ത്രിക വടി? ഒന്നുകിൽ ചതുപ്പ്, അല്ലെങ്കിൽ കാട്, അല്ലെങ്കിൽ വെള്ളം, വയലുകൾ, ചളി നിറഞ്ഞ ഇടവഴികൾ. എവിടെ മറിഞ്ഞാലും കുട്ടികൾക്ക് പലഹാരം കിട്ടാൻ പോകുന്നില്ല. തന്നെയുമല്ല, പലഹാരവണ്ടികൾ നല്ല സ്ഥലം നോക്കി നടന്നല്ല മറിയുന്നത്.
ബാലൻസ് തെറ്റുന്നത് എവിടെ വെച്ചാണോ അവിടെ മറിയുന്നു. കുഴപ്പം പലഹാരവണ്ടികളുടേതല്ല കുട്ടികളെ. നിങ്ങളുടെ ദേശത്ത് പലഹാരവണ്ടികൾക്ക് മറിയാനുള്ള സൗകര്യമില്ല, ശരിയല്ലേ? മജീഷ്യൻ ചോദിച്ചു. കുട്ടികൾ സമ്മതിച്ചു. വഴിയുണ്ട്, പക്ഷെ ഓർമ്മ വെക്കണം, എനിക്ക് ചതുപ്പുകളാണിഷ്ടം. കുട്ടികൾക്ക് അത് മുഴുവനും ബോധ്യമായില്ല. എങ്കിലും മജീഷ്യൻ നല്ലതേ ചെയ്യൂ എന്ന ഉത്തമ ബോധ്യത്തോടെ ടെന്റിന്റെ മുറ്റത്ത് നിന്ന് കുട്ടികൾ പിരിഞ്ഞു. കൂടുതൽ സൗകര്യങ്ങൾക്ക് വേണ്ടിയും നിറമുള്ള പലഹാരങ്ങൾക്ക് വേണ്ടിയും വല്ലാതെ കൊതിച്ചുകൊണ്ടാണ് അവർ വീട്ടിലേക്ക് മടങ്ങിയത്. വീട്ടുപലഹാരങ്ങൾ വെളുപ്പും തവിട്ടും നിറമുള്ളവയാണ്. അരി കൊണ്ടും റാഗി കൊണ്ടും ഉണ്ടാക്കി ആവിയിൽ പുഴുങ്ങിയെടുക്കുന്നത്. ചിലപ്പോൾ ശർക്കര ചേർത്ത്, ചിലപ്പോൾ വെറുതെ. മഞ്ഞയും ചുവപ്പും ഓറഞ്ചും നിറമുള്ള പലഹാരങ്ങൾ മൃദുവാണെന്നും തേൻ പോലെ മധുരം കിനിയുന്നതാണെന്നും കണ്ടാലേ അറിയാം. അവിചാരിതമായി ബാലൻസ് തെറ്റിമറിയുന്ന പലഹാര വണ്ടികളെ ഏത് കുട്ടിയാണ് ആഗ്രഹിക്കാതിരിക്കുക? വെറുതെയെങ്കിലും അവരുടെ വായ് മധുരിക്കുന്നു. ഇരുട്ടിക്കഴിഞ്ഞാണ് എല്ലാ കുട്ടികളും വീട്ടിലെത്തിയത്. ദിനകരൻ വഴക്കു പറയും എന്ന് പേടിച്ചാണ് സിദ്ധു വീട്ടിലേക്ക് കയറി ചെന്നത്. തോണി അടുപ്പിച്ച് എത്തി നോക്കുമ്പോഴുണ്ട് ദിനകരൻ മുന്നിൽ. കൂടെ പൊന്മണിയേട്ടനുമുണ്ട്. അവർ ആമ്പലക്കുളത്തിന്റെ കരയിൽ ഇരിക്കുകയായിരുന്നു. അവർക്കു നടുവിൽ നിവർത്തി വെച്ച കടലാസിൽ തൊട്ടുകൊണ്ട് സംസാരിക്കുകയാണ്. സിദ്ധുവിനെ കണ്ടപ്പോൾ ദിനകരൻ സംസാരം നിർത്തി. നിന്റെ ടെന്റില് മാജിക് കാണാൻ പോയി അല്ലേ? നീ ടെന്റില് മാജിക് കാണാൻ പോയി അല്ലേ? സിദ്ധു തലതാഴ്ത്തി നിന്നു. എത്ര കുട്ടികൾ ഉണ്ടായിരുന്നടാ? എല്ലാവരും. എന്ത് മാജിക്കാ അവിടെ നടന്നത്? ചതുപ്പുകളെ പറ്റി പറയാൻ സിദ്ധുവിന് ധൈര്യമുണ്ടായിരുന്നില്ല. എങ്കിലും സത്യം പറയേണ്ടിയിരിക്കുന്നതിനാൽ പലഹാര വണ്ടികളുടെ മുഴുവൻ കഥയും അവൻ പറഞ്ഞു. എന്നാലും എനിക്ക് ചതുപ്പുകളാ ഇഷ്ടം, സിദ്ധു ആത്മാർത്ഥമായി തന്നെ പറഞ്ഞു. ദിനകരൻ അമർത്തിയൊന്നും മൂളിയതല്ലാതെ വഴക്കു പറഞ്ഞില്ല. പൊന്മണിയുടെ മുഖത്തേക്ക് പക്ഷേ ദേഷ്യം ഇരച്ചു കയറുന്നുണ്ടായിരുന്നു. എഴുതിക്കോ ദിന, പാഠം 1, ചതുപ്പ്. കടലാസിലെ 5 പച്ചക്കളങ്ങൾക്ക് ചുറ്റും പൊന്മണി ഒരു ചുവന്ന വൃത്തം വരച്ചു. ആദ്യം ചതുപ്പ്, പിന്നെ കാട്, പിന്നെ വെള്ളം, പിന്നെ വയല്. കുട്ടികളീന്നേ തുടങ്ങുക ആ കള്ളന്മാര്. അവൻ പല്ലു കടിച്ച് കൈ ചുരുട്ടി തറയിലിടിച്ചു.